നാടിന്റെ വികസന കാര്യങ്ങളിൽ ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറണമെന്ന് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. മേലെ ചൊവ്വ ഫ്ലൈ ഓവറിന് 138 കോടി വകയിരുത്തിയിട്ടും ഇതിനെതിരെ 22 കേസുകളാണ് ഹൈക്കോടതിയിലുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. സിറ്റി റോഡ് പദ്ധതിക്ക് വേണ്ടി 748 കോടി രൂപ വകയിരുത്തിയിട്ട് വർഷങ്ങളായി. അതിനെതിരെയും ധാരാളം കേസുകൾ കോടതിയിൽ കിടക്കുന്നു. ഇതൊന്നും വിവിധ രാഷ്ട്രീയ കക്ഷികളല്ല, എല്ലാം പൊതുജനങ്ങളുടെ പരാതികളാണെന്നും മന്ത്രി പറഞ്ഞു. ചക്കരക്കൽ അപ്പക്കടവ് കൂടാളി റോഡിന്റെ നവീകരണ പ്രവൃത്തി മുള്ളൻമട്ടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കേസുകളെല്ലാം തീർപ്പാകുമ്പോൾ എത്ര കാലതാമസം വരുമെന്ന് ഓർക്കണം. കേസുകൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് തന്നെ 10 റോഡ് നിർമ്മിക്കേണ്ട തുക ചെലവാകുമെന്നും മന്ത്രി പറഞ്ഞു. ഗ്രാമങ്ങളിലും നഗരസംസ്കാരം രൂപപ്പെടുന്നു. വികസന കാര്യങ്ങളിൽ പരിഗണനയും പരിലാളനയും സർക്കാർ നൽകുമ്പോൾ പൊതുജനങ്ങളും അതിനോട് സഹകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഈ റോഡിന്റെ വികസനം ഉണ്ടല്ലോ, എന്തിനാണ് റോഡിന്റെ വികസനം? ഇപ്പോൾ നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്നാണ് വരുന്നത്, 2 ബസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന സ്ഥലത്ത് പിന്നെ ഇനിയും വെറുതെ റോഡ് വികസിപ്പിച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ കാര്യം എന്നാണ് പ്രധാനപ്പെട്ട നാട്ടുകാർ വന്നൊരു നിവേദനം. ഇതും കേൾക്കണ്ടേ? റോഡ് എവിടെയെന്ന് ചോദിച്ചിട്ട് വെല്ലുവിളി നടത്തുന്ന അവരെയും കേൾക്കണം. ഉള്ള റോഡ് വികസിപ്പിക്കേണ്ട എന്ന് പറയുന്നത് അതും കേൾക്കണം. പള്ളിയിലെ കാര്യം അള്ളാക്കരെന്ന് പറയുന്നത് ഇതാണ് സംഗതിയെ പറയാം. അത് ഇവിടെ പറഞ്ഞ കാര്യമില്ല. ഗ്രാമപ്രദേശത്താകുമ്പോൾ തന്നെ സൗകര്യം എന്ന് പറഞ്ഞാൽ നഗരങ്ങളെക്കാൾ കൂടുതൽ അതിലത് സഹായം നൽകാൻ ചെയ്യും. മുണ്ടിൽ പഞ്ചായത്ത് ആയതുകൊണ്ട് പഞ്ചായത്തിലെ ജനങ്ങൾ ഗ്രാമം നന്മകളുടെ സൗകര്യം അവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. എന്നാൽ അതിൽ മാറി ടൗണിന്റെ സംസ്കാരവും വരുന്നുണ്ട് ഇങ്ങോട്ട്. നഗരത്തിന്റെ സംസ്കാരവും പഞ്ചായത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം. മണ്ഡലത്തിലെ മറ്റ് വിവിധ റോഡുകളുടെ പ്രവൃത്തി നടന്നുവരികയാണെന്നും തലമുണ്ട സ്റ്റേഡിയം നിർമ്മാണത്തിന് 7 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചക്കരക്കൽ അപ്പക്കടവ് കൂടാളി റോഡിന്റെ നവീകരണ പ്രവൃത്തിക്കായി 2 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. EMS കൾച്ചറൽ സെന്റർ ആൻഡ് ലൈബ്രറി പരിസരത്ത് നടന്ന ചടങ്ങിൽ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ് അധ്യക്ഷയായി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രമീള, വാർഡ് മെമ്പർ BP രേഷ്മ, P ചന്ദ്രൻ, K ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.